സുഹൃത്തുക്കളെ, ജിതേഷിൻ്റെ കവിതകളെ കുറിച്ചുള്ള ഒട്ടേറെ പരാമർശങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജിതേഷിൻ്റെ സുഹൃത്തുക്കളായ കവികൾ ചേർന്ന് അവതരിപ്പിച്ച കവിതകളോട് കൂടിയാണ് നമ്മുടെ ഈ ചടങ്ങ് ആരംഭിച്ചത്. പുസ്തകപ്രകാശന വേളകളിൽ കവിയരങ്ങ് പതിവുണ്ട്. സാധാരണ പ്രകാശമൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ പോകാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും കവിയരങ്ങ് ആരംഭിച്ചത്. പിന്നെ കവികൾക്ക് സംഭവിക്കാറുള്ളത്. പക്ഷെ കവിതയ്ക്ക് ഒരു ആദരവ് നൽകിയ പ്രകാശന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഏറ്റവും ആദ്യം കവികളെല്ലാം വന്നു. ജിനമാഷും എങ്ങനെയും ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള കവികൾ മുഴുവൻ കവിത വായിക്കുകയും ജിതേഷിൻ്റെ കവിതയ്ക്കുള്ള ഒരു സ്നേഹാഭിവാദ്യം, കാവ്യാഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തു. ആ നിലയിൽ കവിത കൊണ്ട് നിറഞ്ഞ അന്തരീക്ഷത്തിലാണ്, മറ്റൊരു കവിതമഴയുടെ പശ്ചാത്തലത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് നടക്കുന്നത്. ജിതേഷിൻ്റെ കവിതയെക്കുറിച്ച് സാമാന്യമായിട്ടുള്ള ഒട്ടേറെ പരാമർശങ്ങൾ നടന്നൊരു വേദിയാണ്. ആ കവിതയ്ക്ക് പല ഗുണങ്ങളുമുണ്ട്. മലയാള കവിത പിന്നിട്ട് വന്ന വഴികളുടെ മുഴുവൻ സ്പർശങ്ങൾ ഈ കവിതയ്ക്കകത്തുണ്ട്. ഈ കവിതയ്ക്ക് ഒരു നാട്ടുമാവിൻ്റെ ചുണയും മധുരവും പുളിയുമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഒട്ടുമാവല്ല, മണ്ണിൽ വിരിഞ്ഞ നല്ലൊരു നാട്ടുമാവാണ്. അത് നമ്മുടെ നാടിൻ്റെ എല്ലാ തരത്തിലുള്ള കാവ്യ സംഗീത താള പാരമ്പര്യങ്ങളുടെ പിൻബലത്തിലാണ് ഈ കവിതകൾ പിറക്കുന്നത്. കവിതകളെല്ലാം അങ്ങനെയാണെന്നല്ല, പല രൂപത്തിൽ വരുന്ന പല തരത്തിലുള്ള കവിതകൾ ഈ സമാഹാരത്തിലുണ്ട്. ജിതേഷിൻ്റെ കവിതകളിൽ എല്ലാവരെയും ആദ്യം ആകർഷിക്കുക, അതിൻ്റെ എല്ലാവരെയും കൂടെ ആവർത്തിച്ച് പറഞ്ഞ ആ ഒരു താളമാണ്. ആ ഒരു താളത്തിലേക്ക് നമ്മളെല്ലാവരെയും താളത്തിലാക്കുകയും പാട്ടിലാക്കുകയും ചെയ്യുന്നൊരു പരിപാടി ജിതേഷിനുണ്ട്. കഴിഞ്ഞ 2 സമാഹാരങ്ങൾക്ക് ശേഷമാണ് മൂന്നാമത്തെ ഈ സമാഹാരം പെയ്ത് നിറയുമ്പോൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. പറ്റിയൊരു കാലാവസ്ഥയിലാണ് പിന്നെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ഞാനും ജയകുമാറൊക്കെ കഴിഞ്ഞ് ഇന്നലെ കോഴിക്കോട് നിന്നൊക്കെ വരുമ്പോൾ വലിയ മഴയാണ്. അപ്പോഴാണ് ഇവിടുന്ന് കേൾക്കുന്നത് ഇവിടെയും മഴയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് മഴ ഞങ്ങൾ കൊണ്ടുവരാം. അങ്ങനെയാണ് ഞങ്ങൾ മഴയുമായി ഇവിടേക്ക് പെരുമ്പാവൂർക്ക് വന്നിട്ടുള്ളത്. കവിതയുടെ വലിയൊരു നിറവ് ഈ കവിതയ്ക്കകത്തുണ്ടെന്നും കവിതയുടെ പല കാലങ്ങളിലെയും മുദ്രകൾ ഈ കവിതയ്ക്കകത്തുണ്ട് എന്നും ഞാൻ പറഞ്ഞു. അത് താളം കൊണ്ട്, അതിൻ്റെ ഈണം കൊണ്ട്, വൃത്തം കൊണ്ട്, ഏറ്റവും ഉചിതമായ പദാവലിയുടെ തിരഞ്ഞെടുപ്പ് കൊണ്ട്, ആ കവിതയുടെ താളക്രമം കൊണ്ട് എല്ലാം കവിതയുടെ മലയാള കവിതയുടെ ഏറ്റവും നല്ല പാരമ്പര്യങ്ങളെല്ലാം ഈ കവിത സ്വാംശീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ താളത്തെയും ഈണത്തെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പരുഷമായ ഭാഷയിൽ സംസാരിക്കുന്ന കവിതകൾ നമുക്കതിൽ കാണാൻ പറ്റും. എല്ലായ്പ്പോഴും നമുക്ക് താരാട്ടുപാടി മാത്രം ജീവിക്കാൻ പറ്റില്ല. ചിലപ്പോഴെങ്കിലും ആക്രോശിക്കേണ്ടി വരും, ചിലപ്പോഴെങ്കിലും പ്രതിരോധിക്കേണ്ടി വരും, ചിലപ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ ഏറ്റവും പരുക്കനായ ശബ്ദം ഏൽപ്പിക്കേണ്ടിയും വരും. അങ്ങനെ നാനാ സ്വരഭേദങ്ങളുള്ള ഒരു മനോഹരമായ കവിതാ സമാഹാരമാണ് ഈ പുസ്തകം. ഇന്നിറങ്ങേണ്ടതിൽ എത്രയോ കാലം മുമ്പ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഞാനിതിൻ്റെ അവതാരികയായിരിക്കുന്നത് 4-5 വർഷം മുമ്പാണുള്ളതാണ്. അപ്പം ഞാൻ ഈ പുസ്തകം എറിഞ്ഞു കഴിഞ്ഞിരിക്കും എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുന്നത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ 80ാം വർഷമാണ്. 80ാം വർഷം പ്രമാണിച്ച് 80 പുസ്തകങ്ങളാണ് പുറത്തിറങ്ങുന്നത്. ആ 80 പുസ്തകങ്ങളിൽ ആദ്യ നിരയിൽ വരുന്ന പുസ്തകങ്ങളാണ്. മലയാളത്തിലെ ഏറ്റവും പുതിയ കവിതകളുടെ സമാഹാരങ്ങൾ ഇറക്കാം, കഴിവെങ്കിൽ ആദ്യ കവിതാ സമാഹാരം ഓരോ കവിയുടെയും എന്ന നിലയ്ക്കാണ് ഈ കവിതകളെല്ലാം വരുന്നത്. എന്തായാലും ആദ്യത്തെ പുസ്തകമല്ല, രണ്ടാമത്തെ പുസ്തകം അല്ലെങ്കിലും മലയാളത്തിലെ പുതു കവിതയുടെ ഒരു കാരിരുപ്പിൻ്റെ കരുത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ജിതേഷിൻ്റെ കവിതയാണ് ഇന്ന് ഇവിടെ വെച്ച് പെരുമ്പാവൂർ വെച്ച് ജിതേഷിൻ്റെ ജീവിതത്തിൻ്റെ നേരവകാശികളുടെ മുഴുവൻ പങ്കാളിത്തത്തിൽ ഈ സമ്മേളനം നടക്കുന്നത്. നിറഞ്ഞൊരു സദസ്സാണ് തുടക്കം മുതൽ വരുന്നത്. ആ വരുന്നവരെല്ലാം ഈ കവിയോടും ആ കവിതയോടും
ഉള്ളൊരു വലിയ ജൈവബന്ധം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത് എന്നുള്ളത് ചടങ്ങുകളായി തീരുന്ന പുസ്തക പ്രകാശന ചടങ്ങുകളുടെ ഒരു കെട്ടും മട്ടും മാറ്റി വലിയ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഘോഷമായിട്ട് ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഇങ്ങനെ എല്ലാവരും ചേർന്ന് മാറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ജിതേഷിൻ്റെ കുടുംബാംഗങ്ങളുടെ അച്ഛനും അമ്മയും ഭാര്യയും മകനും ഒക്കെയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. അവരോടൊപ്പം നമ്മളെല്ലാവരും ജീവിതം ഇങ്ങനെ എല്ലാ നിലയ്ക്കും എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ കവിതയിൽ ഇവിടെ നേരത്തെ പരാമർശിച്ചതുപോലെ നമ്മുടെ കാലത്തിൻ്റെ സ്പന്ദനങ്ങളുണ്ട്, കാലത്തിൻ്റെ ഒച്ചകളുണ്ട്, ഈ കാലത്തിൻ്റെ പ്രതിഷേധങ്ങളുണ്ട്, നാം ജീവിക്കുന്ന ഈ കാലത്തിന് മണിക്കിളക്കുകളുണ്ട്. എല്ലാ ശബ്ദങ്ങളും എല്ലാ ഗന്ധങ്ങളും നിറയുന്നൊരു പുസ്തകമാണ്. തീർച്ചയായിട്ടും ഈ പുസ്തകം മലയാളത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ് എന്നത് പുസ്തക പ്രകാശന വേദിയിൽ കവിയെ സ്തുതിക്കാൻ വേണ്ടി പറയുന്ന വെറും ഒരു അലങ്കാര പദം ആയിട്ടല്ല. ഇത്രകാലം 10-50 കാലം കവിത വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്തുകൊണ്ട് ഈ മണ്ണിൽ ജീവിച്ച ഒരാളുടെ ഏറ്റവും വലിയൊരു ആഹ്ലാദപ്രകടനം എന്ന നിലയ്ക്കാണ് ഞാൻ ഈ വാക്കിൽ പറയുന്നത്. നിശ്ചയമായും മലയാള കവിതയിലേക്ക് വലിയൊരു കൂട്ടിച്ചേർക്കലാണ് ജിതേഷിൻ്റെ കവിത എന്ന് ഞാൻ പറയട്ടെ. ജിതേഷിനെ കുറിച്ച് പറയുന്നതോടൊപ്പം നേരത്തെ ഇവിടെ ഇന്ന് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുമ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ പറഞ്ഞത് AC ശ്രീഹരിയെ കുറിച്ചാണ്. ഞങ്ങളുടെ എല്ലാം ഹൃദയത്തിൻ്റെ അയൽക്കാരനായ ഏറ്റവും പ്രിയപ്പെട്ട കവിയാണ്. ഇന്ന് രാവിലെ AC ശ്രീഹരിയുടെ ഒരു കവിത ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അത് ഞാൻ വളരെ കൊച്ചു കവിതയാണ്. ഡീആക്ടിവേഷൻ എന്നാണ് ശ്രീഹരിയുടെ കവിതയുടെ പേര്. ഒടുവിൽ ചാവും പോലെ വേദന വേറെ ഒന്നില്ല, ചത്തുകഴിഞ്ഞാൽ ഒട്ടും ജീവൻ വിട്ടൊഴിയില്ല, തീയിലെറിഞ്ഞ് പോകാനാകാതുണവിൽ നടക്കും. തീയിലെറിഞ്ഞ പോകാനാകാതുടർ നടക്കും. പിറ്റേന്നാളെ പത്രം വാർത്ത കൊടുത്തോ നോക്കും, ഫോട്ടോ വാട്സപ്പ് സ്റ്റാറ്റസാക്കും, FB ടൈം ലൈനാക്കും എന്നാണ് മരണത്തെക്കുറിച്ച് AC ശ്രീഹരി പിന്നെ എഴുതിയത്. നമ്മളെ ചിരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ ജീവിച്ച സലിംകുമാർ വേർപെട്ടൊരു ദിവസമാണ്. ആ 2 വലിയ വേർപാടുകളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മുടെ ഈ സമ്മേളനം നടക്കുന്നത്. ജിതേഷിൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരു കവിത ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ വെക്കേണ്ടായി. ആ കവിത ഞാനൊന്ന് നിങ്ങളെ കേൾപ്പിക്കാം. ആ കവിത എന്നെക്കാൾ നന്നായി പാടാൻ പറ്റുന്ന ആൾക്കാരാണ് ഈ സദസ്സിലുള്ള എല്ലാവരും. എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ആ കവിത ചൊല്ലാനുള്ളൊരു ഇഷ്ടം കൊണ്ടാണ്. അജൈവം അല്ലിയാമ്പൽ കടവിന്നു ചാര്, മുല്ലവള്ളിപ്പടർപ്പിന്നു കീഴ്, അല്ലലില്ല കവിതയുമായി ഇന്നു രാവിലെ വന്നിരിക്കുമ്പോൾ. അല്ലിയാമ്പൽ കടവിന്നു ചാര്, മുല്ലവള്ളിപ്പടർപ്പിന്നു കീഴ്, അല്ലലില്ല കവിതയുമായി ഇന്നു രാവിലെ വന്നിരിക്കുമ്പോൾ. തൊട്ടടുത്തു നിന്നെന്ന പോലേതോ പാട്ടുവന്നെൻ്റെ കാതിൽ പതിഞ്ഞു, പണ്ടു കണ്ട കിളിയുടെ മട്ടിൽ അന്നു കേട്ട കളമൊഴിപ്പേച്ചിൽ. മുറ്റി നിന്ന പടർപ്പുകൾ തോറും ഒട്ടൊഴുഞ്ഞെൻ്റെ കണ്ണുകൾ രണ്ടും വീണ്ടും അപ്പോൾ തുടരുകയായി നിർജ്ജരാനന്ദ സംഗീതധാര. പൂമരത്തിൻ്റെ ചില്ലയിൽ നിന്നും കാമുകൻ കിളിപ്പാട്ടുമായെത്തി, എള്ളുപൂക്കുന്ന പാടത്തു നിന്നും ഉള്ളിവാലനും കൂട്ടരുമെത്തി.
വിസ്തൃതാകാശ സീമകൾ താണ്ടി പക്ഷിയോരോന്ന് പിന്നെയുമെത്തി. ഒട്ടനേകം പതംഗങ്ങൾ ചേർന്ന പാട്ടു കച്ചേരി പൂർത്തിയാക്കുമ്പോൾ കൽപ്പനകൾക്കതീതമായി അന്തജൽപ്പനങ്ങൾ അനാവൃതമാക്കി ചെറ്റുചേർന്ന തൊടിയിൽ നിന്നേതോ കുട്ടി പയ്യെ പുറത്തിറങ്ങുന്നു. കൊച്ചു കൗതുക കണ്ണു ചിമ്മാതെ പക്ഷിവൃന്ദത്തെ അപ്പാടെ നോക്കി. യന്ത്രകണ്ഠം മിടിക്കുന്ന പക്ഷി പിഞ്ചുകൈയിൽ ചിലയ്ക്കാതിരിപ്പൂ. കുട്ടി മറ്റേ കരത്താൽ റിമോട്ടിൻ കട്ടയൊന്നിൽ തൊടുന്നു പതുക്കെ. അപ്പോഴത്ഭുതം അക്കിളി വീണ്ടും മന്ത്രമോഹനം പാടുകയായി. പാട്ടുപാടി പറക്കുമാ പക്ഷി ചേക്കിരിക്കുന്ന ചില്ലകൾ കേടി. ജൈവകണ്ഠങ്ങൾ അന്തിച്ചു നിൽക്കാതപ്പോൾ പാട്ടിനൊപ്പം പറന്നു. ഓർത്തുപോയി എൻ്റെ ഹൃത്തടമപ്പോൾ വീർത്തുകെട്ടിയ മാനത്തെ നോക്കി. പണ്ടുപാടി കൊതിപ്പിച്ചു പാടും ഏറ്റുപാടി കുളിർപ്പിച്ച കൂട്ടും. യന്ത്രവൽകൃതാകാശങ്ങൾ താണ്ടാൻ തന്ത്രവേഗം തിരക്കു കൂട്ടുമ്പോൾ അന്തരംഗത്തിനാർദ്രതയേറ്റാൻ യന്ത്രഘട്ടം കടക്കണം നമ്മൾ. ഞാനിരിക്കുന്ന വില്ലയിൽ നിന്നും നീയിരിക്കുന്ന ചില്ലയിലേക്ക്. ഞാനിരിക്കുന്ന വില്ലയിൽ നിന്നും നീയിരിക്കുന്ന ചില്ലയിലേക്ക്. കാരിരുമ്പിൻ്റെ തന്ത്രിയാൽ നമ്മൾ നാദബന്ധുക്കളായിരിക്കട്ടെ. ഞാനിരിക്കുന്ന വില്ലയിൽ നിന്നും നീയിരിക്കുന്ന ചില്ലയിലേക്ക്. കാരിരുമ്പിൻ്റെ തന്ത്രിയാൽ നമ്മൾ നാദബന്ധുക്കൾ ആയിരിക്കട്ടെ. കവിതയുടെ വലിയൊരു ഒഴുക്കാണ്. അതെ, ഇഷ്ടകവിതയാണ്. അപ്പോൾ ജിതേഷിൻ്റെ കാവ്യജീവിതം നിങ്ങളുടെ എല്ലാ പിന്തുണയോടെ എല്ലാ മലയാളികളും ഓരോ കവിതയും ഇരുകൈയും നീട്ടി ഏറ്റുവാങ്ങി ഈ കവിയെ, ഈ കാവ്യജീവിതത്തെ, ഈ കാവ്യവസന്തത്തെ ആഘോഷിക്കുമാറാകട്ടെ എന്ന പ്രതീക്ഷയോടെ ഈ പുസ്തകം എല്ലാവർക്കുമായി ഞാൻ സമ്മാനിക്കുന്നു. നന്ദി രാവുണ്ണി മാഷ്.